ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോ. എനിക്കറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു 2018-ലും 19-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനന്ന് ഭക്ഷണം കഴിച്ചുപോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിന്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലല്ല വെയിറ്റ്, പിന്നെന്താ ഞങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ മാച്ച്, എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിന്? അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്, എത്ര ഹീനമായിട്ടുള്ള എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. അല്ല, ഇതിനൊന്നും മറുപടി പറ. എന്ത് ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. അല്ല, ഇത് കഴിയട്ടെ ഇതിന്റെ വിഷമം തീർക്കട്ടെ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ല, എല്ലാവരും ചോദിച്ചു. ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയരുത്. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ബഹളം ഉണ്ടാക്കിയത്. 3 മണിക്ക് ഞാൻ ഭക്ഷണം, കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. പിന്നെ നിങ്ങൾക്കറിയാലോ മലബാറിലെ ഭക്ഷണം, കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. മലബാറിലെ ഏതെങ്കിലും വീട്ടിലൊരു കാപ്പി കുടി, അവര് ഈ വെള്ളപ്പൊക്കം ഒന്നും അറിഞ്ഞിട്ടല്ല, ഞാനന്ന് വരുമെന്ന് പറഞ്ഞു, ഞാനന്ന് ഹരിദാസേട്ടന്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അവര് ആ വീട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ 3 മണി വരെ എന്നെ കാത്തിരിക്കുക. ഞാൻ 3 മണിക്കാണ് എത്തിയത്. ഇതിന്റെ താമസവും കാര്യങ്ങളും ഓൺ ദ വേയിൽ മുഴുവൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇരിക്കുകയാണ്. പിന്നീട് മലബാറിലായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. മലബാറിലെ കളക്ടർമാരെ മുഴുവൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കഴിഞ്ഞല്ല, മറ്റത് കഴിഞ്ഞല്ല. അതിലൊന്ന് അന്നത്തെ ദിവസം മീഡിയയോട് അന്നത്തെ ദുരിതത്തെ കുറിച്ച് നിങ്ങളൊന്ന് അങ്ങ് ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. ആരെ? പ്രതിപക്ഷ നേതാവ് അത് പറയുമല്ലോ. പ്രതിപക്ഷ എന്ത് അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിലോ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലോ എവിടെയെങ്കിലും എന്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് സ്വന്തം പേര് പൊക്കി പറയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാ. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാ ഞാൻ. 75,000 പേരെ ക്യാമ്പിൽ എന്റെ നിയോജകമണ്ഡലത്തിലും അത്രയും പേര് നിയോജകമണ്ഡലത്തിന് പുറത്തും ക്യാമ്പിൽ താമസിപ്പിച്ച ആളാ. ആദ്യത്തെ 3 ദിവസം 1 മണി അരി പോലും വരാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെയും മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാ ഞാൻ. അദ്ദേഹം അന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ പത്രസമ്മേളനത്തിൽ എന്തൊക്കെയായിരുന്നു? ഇതല്ലല്ലോ PM ശ്രീ പുനർജനി വേറെ കാര്യമൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത്. ഏത് ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചെന്നാണ് എന്റെ തെറ്റ്. അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്നത്തെ ദിവസം. അന്ന് നിങ്ങളാരും ഇത് ചോദിച്ചില്ല. ഈ വെള്ളപ്പൊക്കം നടക്കുമ്പോഴാണോ നിങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പിണറായി വിജയനോട് നിങ്ങളാരും ചോദിച്ചില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്ന്. PMCയെ പറ്റിയും പുനർജനി പദ്ധതിയെ പറ്റിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഞാൻ ഭക്ഷണം കഴിച്ചു, എന്റെ തെറ്റ്. അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അല്ല, ഞാൻ ഇരുന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യണ്ടേ? അത് എവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ മാധ്യമങ്ങളോട്
എന്റെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോ 2-3 മണിക്കൂറും തരുമ്പം 3 മണിക്കൂർ കൂടുമ്പോൾ ഓഫീസിൽ നിന്ന് അത് CM-ന് തന്നെ പറഞ്ഞല്ലോ, CM. അത് കൂടാതെ റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി റവന്യൂ മന്ത്രി അന്നത്തെ ദിവസം 2 പ്രാവശ്യം ബ്രീഫ് ചെയ്തു. 2 പ്രാവശ്യം ബ്രീഫ് ചെയ്തു. എല്ലാ വിവരങ്ങളും നമ്മൾ എടുത്ത ഈ നടപടികൾ, കളക്ടറെ ബന്ധപ്പെടുന്നത്, നമ്മൾ NDRFന്റെ ഫോഴ്സിനെ കൊണ്ടുവരുന്നത്, നമ്മൾ നേവിയുടെ ഹെലികോപ്റ്റർ ട്രൈ ചെയ്യുന്നത്, കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് മുതലപ്പുഴയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം നിങ്ങളോട് ബ്രീഫ് ചെയ്തിരുന്നു. നിങ്ങൾ എന്നിട്ട് വെറുതെ വാർത്ത ഉണ്ടാക്കും. അല്ല, അത് CM ഇപ്പൊ പറഞ്ഞു അത് പെട്ടെന്ന് ഉണ്ടായതാണെന്ന്. അങ്ങനെയാണെങ്കിൽ അത് CM-നെ വിശദീകരിക്കുന്നതായിരുന്നില്ലേ നല്ലത്? അല്ലല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചാൽ മതി. വേറെ ഏതെങ്കിലും വിഷയം ചോദിക്കാണ്. പ്രതിപക്ഷം പറഞ്ഞ മറ്റൊരു ആരോപണം ഹെലികോപ്റ്റർ യാത്രയാണ്. ഹെലികോപ്റ്റർ യാത്രയിൽ എന്താണ് നിങ്ങൾക്ക് അറിയാം? ദേ ഇതാ അദ്ദേഹം തന്നെ, ഈ ദേശാഭിമാനിക്കാരൻ തന്നെ ഞാൻ പറയണ കേക്ക്, ഞാനല്ല പറയണത്. നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ദേശാഭിമാനി നിന്നും കയ്യിലും വന്ന് എന്റെ പത്രസമ്മേളനം കലക്കണ്ട. നിങ്ങള് ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ദയവീത് അതുകൂടി ഇല്ലാതാക്കരുത്. ഞാനല്ല, നിങ്ങൾ സാമാന്യ, ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. നിങ്ങൾ അതല്ലല്ല, ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. 1 നിക്ക് 2 നിങ്ങള് വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവര് രാത്രി ഡിന്നർ മീറ്റിംഗിന് കാണാമെന്നാണ് പറഞ്ഞത്. അവര് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെന്റ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാര് വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കണത്. ഞാൻ എന്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയാൻ ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാർട്ടി സമ്മേളനത്തിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഔദ്യോഗികമായ ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. 1 രൂപ ഈ സർക്കാരിന് അതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല. 1 രൂപ വെറുതെ വാടകയ്ക്ക് എടുത്ത് മാസം 80 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന സാധനമാണ് ഉപയോഗിച്ചത്. ഞാൻ പറയട്ടെ, അങ്ങ് സംസാരിക്കല്ലേ പ്ലീസ്. അങ്ങ് ഇവിടെ വന്നിരുന്നു പ്രസംഗിക്ക്. വേറെ ഏതെങ്കിലും ചോദ്യം പറയും.
സി എം എ ഇനിയിപ്പോ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരുടെ പേര് കൂടി വലിച്ചഴക്കുക. അതെ, അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിന്റെ അകത്ത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല്ലേ. സി എം എ മറ്റൊരു വിഷയം. വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് എല്ലാ നദികളിലും മണ്ണടിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തിന് ശേഷം. അതുപോലെ ഡാമുകളിലും മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഡാമുകളുടെ കപ്പാസിറ്റി ഗൗരവമായിട്ട് കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യാനും നദികളിലെ മണൽ മാറാനും വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയിരുന്നു. അതായത് ചെറിയ മഴ പെയ്താൽ പോലും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊങ്ങുവാണ്. ഒരു ആക്ഷനും കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എടുത്തിട്ടില്ല. ഒരു ആക്ഷനും. അത് ക്വാറികളെ സഹായിക്കാനാന്ന് പറഞ്ഞിട്ട് വലിയ ആക്ഷേപം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തേ ഉണ്ടായിരുന്നു. അല്ലെ, ഈ മണ്ണ് അടിച്ച് മാറ്റാനാ ഈ മണ്ണ് മാറ്റാത്തത് ചെയ്തില്ലെന്നേ. നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അസംബ്ലിയിൽ മണ്ണ് മാറ്റണം. കാരണം ഞാൻ സാൻഡ്വിച്ചറായിട്ടാണ് കിടക്കുന്നത്. പറവൂര് കോൺസ്റ്റിറ്റ്യുവൻസി പോലും 2 സ്ഥലത്തും പെരിയാറാണ്. ഒരു ചെറിയ മഴ പെയ്താൽ അപ്പോൾ വെള്ളം പൊങ്ങും. കാരണം ഈ മണ്ണ് അന്ന് വന്ന് അടിഞ്ഞ മണ്ണ് മാറ്റിയേ മതിയാവും. ഞങ്ങൾ മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് പോകും. അതുപോലെ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യുകയും ചെയ്യും. ഈ പുഴയിൽ വന്നടിഞ്ഞിരിക്കുന്ന മണ്ണുകൾ മാറ്റുകയും ചെയ്യും. മറ്റൊരു വിഷയം, നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ കുറെ നാളുകളായി അധ്യാപകരുടെ സമരമുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അവരുമായിട്ട് മന്ത്രി 3 പ്രാവശ്യം ചർച്ച നടത്തി. ഞാൻ ചർച്ച നടത്തി. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം എല്ലാ വേക്കൻസികളും കമ്പൾസറി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്ത ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിനെതിരെ നടപടിയെടുക്കുന്ന. കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടെങ്കിലും ആ വേക്കൻസി ഫില്ല് ചെയ്യും. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളാണ്. ഡിവിഷനുകൾ കുറയുകയാണ്. കുട്ടികളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഡിവിഷൻ ഫോളാണ്. ഡിവിഷൻ ഫോള് വരുമ്പോൾ നിലവിലുള്ള അധ്യാപകരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. വേണ്ടേ? അവരുടെ ജോലി കളഞ്ഞാൽ അവരോട് വീട്ടിൽ പോകാൻ പറയാൻ പറ്റുമോ? നിലവിലുള്ള അധ്യാപകർ 10-20 കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പൊ അവരുടെ ഡിമാൻഡ് ഇപ്പോൾ മുതലല്ല, കുറേ നാളുകളായിട്ട് അവരുടെ ഡിമാൻഡ് വിദ്യാർത്ഥി അധ്യാപക റേഷ്യോ കുറയ്ക്കണമെന്നാണ്. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു 2 മാസം സമയം തരണം. ഞങ്ങളൊന്ന് പഠിക്കട്ടെ. കാരണം ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇപ്പൊ ഗവൺമെന്റ് സെക്ടർ മാത്രമല്ല, അധ്യാപകരുടെ അനുപാതം വർദ്ധിച്ചാൽ അധ്യാപകരുടെ എണ്ണം ഭയങ്കരമായി വർദ്ധിക്കും. സംസ്ഥാനത്തിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എത്രയാണെന്ന് തിട്ടപ്പെടുത്തണം. മാത്രമല്ല, ഗവൺമെന്റ് സെക്ടറിൽ ചെയ്താൽ ഉടനെ ഈ എയ്ഡഡ് സെക്ടറിലേയും വരും. എയ്ഡഡ് സെക്ടറിൽ ഇതേ പ്രശ്നം വരും. എയ്ഡഡ് സെക്ടറിലെ അധ്യാപകരെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അവിടെയും ഈ ആളുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പൊ ഞങ്ങൾക്കൊന്ന് പഠിക്കാനുള്ള സമയം വേണം എന്ന് ഞാൻ വിളിച്ച് ചർച്ച ചെയ്തിരുന്നു. മന്ത്രി 3-4 പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അവര് സമരം പിൻവലിക്കാൻ തയ്യാറായില്ല. സമരം ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇനിയും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യും. അല്ല, അതിനു മുമ്പ് തന്നെ ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോടെല്ലാം രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു രാജിവെക്കാൻ. നേരത്തെ തന്നെ ഒരു സർക്കുലർ പോയിരുന്നു. രാജിവെച്ചില്ല. ഇപ്പൊ രാജി തന്നിട്ടുണ്ട്. അല്ല, നമ്മൾ നമ്മളൊരു മര്യാദയാണ് എല്ലാവരോടും കാണിച്ചത്. എല്ലാവരും ആളുകളെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഉള്ളൊരിത് വന്നു. ഇത് ഹൈക്കോടതി നമ്മുടെ ഈ പ്രോസിക്യൂഷൻ സാങ്ഷനുള്ള നമ്മുടെ അനുമതി ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ്. നമ്മൾ കൊടുത്തു അനുമതി. ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ ഇപ്പോ ആ പരാമർശം വന്നപ്പോൾ തന്നെ നമ്മൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിയും വെച്ചു. എന്തെങ്കിലും ആശയക്കുഴപ്പം PMCയിലുണ്ടോ? PMCയിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം നിലവിൽ? ഒരു ആശയക്കുഴപ്പമില്ല. അതിനൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ആ ക്യാബിനറ്റ് നിങ്ങൾ കൊടുത്ത വാർത്തയാണ്. ഒരു തർക്കമില്ല. ക്യാബിനറ്റ് സബ് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന് റെക്കമെൻഡ് ചെയ്യും. പിന്മാറാൻ പറ്റില്ല. MOU ആണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ വാർത്ത അവിടെ കൊടുത്തത്. പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ MOUയിലെ പ്രൊവിഷൻ വായിച്ചതല്ലേ. പിന്മാറാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇപ്പൊ അതാണ് ആക്ഷേപം അല്ലെ CPMന്റെ. ഇവർക്കങ്ങ് പിന്മാറിയാൽ പോരായിരുന്നു. അത് നിങ്ങൾ ചോദിച്ചില്ല അത് അവരോട്.
അവർക്കങ്ങ് 7 മാസം 8 മാസോ അവരുടെ ഒരു കമ്മിറ്റി ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ട് കൂടുക പോലും ചെയ്തില്ല. പിന്മാറാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പിണറായി സർക്കാർ പിന്മാറായിരുന്നല്ലോ. നിങ്ങൾ ആ ചോദ്യം അവരോട് ചോദിച്ചില്ല. പിണറായി വിജയൻ വന്ന് ഇവിടെ PM ശ്രീ പറഞ്ഞപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറാൻ അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പിണറായി സർക്കാർ പിന്മാറിയില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയട്ടെ. അല്ല, അത് ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ. ഞങ്ങൾ വന്നപ്പോഴല്ലേ അത് കറക്റ്റ് ചെയ്തല്ലോ. പിറ്റേ ദിവസം കറക്റ്റ് ചെയ്തല്ലോ. അതെങ്ങനെ? ഞങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്ത് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഞാൻ നിങ്ങളോട് 2 പ്രാവശ്യം പറഞ്ഞു, ക്യാബിനറ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് തീരുമാനമെടുക്കും. 7-8 മാസം അവർ വെച്ചല്ലേ. ഇപ്പൊ നമ്മൾ 1 മാസമല്ലേ കഴിഞ്ഞത്. CMA നമ്മൾ അത് അദ്ദേഹം പിറ്റേ ദിവസം UDF പല കാര്യവും ചർച്ച ചെയ്യും. നവീൻ ബാബുവിന്റെ കേസ് CBIക്ക് വിടുന്ന നവീൻ ബാബുവിന്റെ കേസ് CBIക്ക് വിടുന്ന നോട്ടിഫിക്കേഷൻ ഇറക്കാൻ അതിനകത്തൊരു നടപടിക്രമങ്ങൾ ഒന്നും കൂടി പരിശോധിക്കണം. അതിനകത്ത് കോടതി ഒരു ക്ലിയറൻസ് കൂടി കിട്ടണം നമുക്ക്. ഇന്ന് മതിയല്ലോ, ബാക്കി എല്ലാം കൂടി ഇന്ന് ചോദിക്കണ്ട. ഇല്ല, അല്ലല്ല, അത് പരിശോധിക്കുന്നുണ്ടല്ലോ. അത് ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് അത് പരിശോധിക്കുന്നുണ്ട്. പിന്നെ പല വീടുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി പോകാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ മുന്നറിയിപ്പ് കൊടുക്കുമ്പോഴും ആളുകൾ മടിയാണ്. അപ്പൊ അതുകൊണ്ട് മന്ത്രിമാരും കളക്ടർമാരും ഒക്കെ പത്രസമ്മേളനം നടത്തി പറയാണ്, നമ്മൾ ഈ ഇവാക്യുവേഷൻ പ്രോഗ്രാം നടത്തുമ്പോൾ ഞാനത് അഭിമുഖീകരിച്ചിട്ടുള്ള ആളുകൾ പോവില്ല. ആളുകൾ 2ാം നില ഉണ്ടെങ്കിൽ 2ാം നിലയിൽ പോകും. 2ാം നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പോയി നമുക്ക് കൊടുക്കാനുള്ള ഡയറക്ഷൻ എന്താ സാറേ? നമ്മൾ അവര് ജില്ലാ അതോറിറ്റി ആവശ്യപ്പെടുമ്പോൾ അവര് ക്യാമ്പിലേക്ക് അവർ മാറണം, അവർ വരണം. അതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു റെസ്ക്യൂ ഓപ്പറേഷൻ പോലും ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരില്ല. അതുകൊണ്ട് അധികാരികൾ ആവശ്യപ്പെടുമ്പോൾ അവർ മാറി റിലീഫ് ക്യാമ്പുകളിലേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.